ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആ ചക്ക കൂട്ടാൻ പണിയാണ് കേട്ടോ. ഉച്ചക്ക് എല്ലാവരും അയൽവാസികളൊക്കെ വന്നിട്ട് തന്നെ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തന്നെ അങ്ങനെ കൂട്ടാൻ വെച്ചിട്ട് അങ്ങനെ തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചക്ക നോമ്പങ്ങൾക്കാണ് ആയത്. അതിന് മുന്നേ ഞങ്ങൾ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും നോമ്പിനൊരു കൊതിയാണല്ലോ. പിന്നെ ഒരു 2 മണിക്ക് പത്തിരിപ്പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ സമൂസക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഉള്ളിയും ബീൻസും ക്യാരറ്റും എല്ലാം കൂടിയിട്ട് തന്നെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഒരു 2.5 മണിക്കൊക്കെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മോൻ ഇറങ്ങിയ സമയത്താണ് കേട്ടോ വന്നത്. അവന് ഉണർന്നാലും ഒരു ജോലിയും സമ്മതിക്കില്ല. ഭയങ്കര വാശിയാണ്. തല നെറ്റിയിൽ അടിക്കുകയാണ് കേട്ടോ. അവന് വാശി കൂടിയാൽ തല നെറ്റിയിൽ നല്ല ഊക്കിൽ അടിക്കും. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ നമ്മൾ ജോലിയിലാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ലല്ലോ മക്കളെയൊന്നും. അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിയതാണ്. അങ്ങനെ പത്തിരിപ്പണി പൊടി വാട്ടാൻ വേണ്ടിയിട്ട് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം സമൂസയ്ക്കുള്ള മസാല അങ്ങനെ തയ്യാറാക്കി വെച്ചു. സവാള വാട്ടിയിട്ട് തന്നെ ക്യാരറ്റും അതുപോലെ ബീൻസും കിഴങ്ങൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ലേശം പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് തന്നെ അങ്ങനെ വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയിൽ നിന്ന് ലേശം ചിക്കൻ എടുത്ത് അതൊന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല നമ്മുടെ ഒരു സമൂസ ഇവിടെ തയ്യാറാക്കാൻ കേട്ടോ. അതിവിടെ അങ്ങനെ ഓല മടങ്ങി വെച്ചാൽ പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ, എളുപ്പമാകുമല്ലോ ജോലികളൊക്കെ. പിന്നെ അങ്ങനെ ഞാൻ അതൊക്കെ എടുക്കുകയാണ്. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്ക് തുറക്കുന്ന സമയത്തൊക്കെ എല്ലാം വേണമെന്ന് വിചാരിക്കും. പക്ഷേ എങ്കിൽ വെള്ളം കുടിച്ചിട്ട് തന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ വെറും വെള്ളം മാത്രം മതിയല്ലോ. അപ്പോൾ മോന് നോമ്പുണ്ടായതുകൊണ്ട് തന്നെ ഓന് 5ാം ക്ലാസ്സിലാണ് കേട്ടോ. അവന് നോമ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ അവന് എണ്ണക്കടി നിർബന്ധമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സമൂസ, കട്ട്ലറ്റ്. അപ്പോൾ കട്ട്ലറ്റാണ് അവന് വേണം പറയുന്നത്. അപ്പോൾ നാളെ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് സമൂസ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ അത് വലിയ ഇഷ്ടമല്ല തോന്നുന്നു. നോമ്പാകുമ്പോൾ ഓരോ കൊതികളാണല്ലോ മക്കൾക്ക്. പക്ഷേ എണ്ണക്കടി മാത്രം കഴിക്കുള്ളൂ കേട്ടോ. ആൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അത് നല്ലതല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഉമ്മ അപ്പുറത്ത് പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ സമൂസക്കുള്ള ഇതൊക്കെ സമൂസ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇനി പത്തിരിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് പിന്നെ അത് കുഴക്കാനൊക്കെ ഒന്ന് കൂടി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്തിരി ചട്ടി അടുപ്പത്തിൽ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഉമ്മയുണ്ടോ ചുട്ടെടുക്കുന്നത്? ഞാനങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എമിനോസ് ഇതിൻ്റെ ഇടയിൽ ഓരോ വികൃതികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കുറഞ്ഞ തീയിൽ വേണമുണ്ടോ, ഭയങ്കര വേഗം ചൂടേറും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ തീയിലിട്ടിട്ട് അങ്ങനെ പത്തിരി ചുട്ടെടുക്കുകയാണ്. നമുക്ക് നോമ്പിന് പത്തിരിയാണല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മടുപ്പില്ലാത്ത സാധനമാണ് പത്തിരി. നോമ്പിന് നല്ലോണം കുഴഞ്ഞ പത്തിരിയാണെങ്കിൽ നമുക്ക് എത്ര എണ്ണീനും കഴിച്ചാലും മതിയാവില്ലല്ലോ. പിന്നെ അങ്ങനെ സമൂസൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് തന്നെ ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ പത്തിരി, അന്നൊക്കെ എല്ലാ ദിവസവും പത്തിരി എന്നുള്ളൊരു ഇതിലാണല്ലോ. പണ്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെയാണ്, പത്തിരിയാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. നമ്മുടെ ഒരു പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയാണ് കേട്ടത്. മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ നല്ല സോഫ്റ്റ് പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ പത്തിരിയിലേക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ സമൂസയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമൂസ എത്ര ഉണ്ടാക്കിയാലും മക്കൾക്ക് ഒരുപാട് കഴിക്കുന്നുണ്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ കടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായയും വെള്ളമൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇനി അപ്പോൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ 2 ചാനൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ. ഓരോ പ്രതീക്ഷിച്ച് ഇങ്ങനെ വരുന്നൊരു സമയത്താണ് ചാനൽ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി തുടങ്ങില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെയും തുടങ്ങാതെ ഇനി എന്തെന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ വീഡിയോസ് ഇടാണ്. കഴിഞ്ഞ നോമ്പിനാണ് കേട്ടോ ഞാൻ
തുടങ്ങിയത്. നല്ല പ്രതീക്ഷയുള്ളൊരു ചാനലായിരുന്നു. അത് പോയതോടെ ഭയങ്കര സങ്കടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ വത്തക്കള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വത്തക്കള പാൽ ഒഴിച്ചിട്ടുള്ള വത്തക്കള നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല കട്ട പാലിൽ ഒഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അങ്ങനെ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇതാ തുറക്കാൻ പലിച്ചക്കുള്ള ചീരയാണ് കേട്ടോ. അത് രാത്രിയാണ്, പകലൊന്നും നമുക്ക് നേരാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എമിനൂസ് ഓരോ വികൃതികൾ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ. പാസക്കുട്ടി ഒരു മൈക്ക് കൊണ്ട് ഇങ്ങനെ പാട്ട് പാടി കളിക്കുകയാണ്. അപ്പോൾ മോന് വെള്ളച്ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഓന് പത്തിരിക്ക് വെള്ളച്ചായ കൂട്ടി